എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരോയിലേക്ക് സ്വാഗതം. നമ്മൾ പൂരം നക്ഷത്രക്കാർക്ക് ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 9 of Pentacles, 9 of Swords, okay. Hanged Man energy, 6 of Swords, 7 of Pentacles and Chariot energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി സാമ്പത്തികമായിട്ട് പ്രൊഫഷണലി ജീവിതത്തിൽ മുന്നേറി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അകാരണമായിട്ടുള്ള ഭയവും മനസ്സിലുണ്ട്. അപ്പോൾ ലഭിച്ച ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ഭാഗ്യമാണ് ഈ ഒരു മാസത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ 9 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മാസം ഒത്തിരി സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സാമ്പത്തികമായിട്ടുള്ളൊരു മുന്നേറ്റവും നേട്ടവും മാത്രമല്ല, നിങ്ങൾ സ്പിരിച്വലി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഒരു മുന്നേറ്റം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല റിലേഷൻഷിപ്പ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വാലിറ്റി, ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്താണ് നിങ്ങളുടെ സെൽഫ് വർത്ത്, എന്താണ് സ്വയം നിങ്ങൾ ഒരു അവലോകനം ചെയ്ത് നോക്കുക. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത്, നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അതോ ന്യൂട്രലാണോ? നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഊർജ്ജത്തെ എങ്ങനെ പുറത്തേക്ക് കളയാം, ഇതൊക്കെ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ആത്മീയ കാര്യങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നൊരു സമയം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നേട്ടങ്ങളുടെ ഒരു സമയമായതുകൊണ്ട് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. കരിയറിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു മൈൽ സ്റ്റോൺ നേടി എന്നുള്ളൊരു ഒരു സന്തോഷം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വർക്ക് റിലേഷൻഷിപ്പ് ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അതായത് ജോലിയിൽ നിങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ ജോലിയിൽ നിങ്ങൾ, അതായത് ജോലി നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ജോലിയിൽ മുന്നേറുന്നതും. പക്ഷേ നിങ്ങൾ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഒരു 75% ജോലി, ബാക്കി 30% ആണ് ഫാമിലി എന്നുള്ളൊരു, അല്ലെങ്കിൽ ബാക്കി 25% ആണ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്കാണോ, അതോ ബാക്കി വരുന്ന 25% ഫാമിലിയും മറ്റു കാര്യങ്ങളും സോഷ്യൽ ലൈഫും അതേപോലെ ഫ്രണ്ട്സും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഫാമിലി എത്ര % ഉണ്ട്? ഇതൊക്കെ ഒരു ലൈഫിലൊരു ബാലൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ ജോലിയിലാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നത് എങ്കിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, കരിയർ, പ്രൊഫഷൻ. പക്ഷേ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റു കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുക, അതും പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 9 of Swords എനർജിയാണ്. അപ്പോൾ ഇവിടെ ചില ആളുകൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. വലിയൊരു തുകയായിരിക്കും, ഭീമമായിട്ടുള്ളൊരു തുക. അപ്പോൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ലോൺ എങ്ങനെ, എവിടെ നിന്ന്, ഏത് രീതിയിൽ എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. അതായത് ഈ ലോൺ ലഭിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ ലോൺ കിട്ടുമോ എന്നുള്ള ഒരു ആലോചന, ഉറക്കമില്ലാത്ത രാത്രികൾ, കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ലോണിന് സംബന്ധിച്ച കാര്യമായിരിക്കും. അതല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ്, നെഗറ്റിവിറ്റീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതും കാണിക്കുന്നു. ജീവിതം ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. പിന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു, പ്രൊഫഷണലി അതായത് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേട്ടം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ, ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ, അങ്ങനെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു ആങ്സൈറ്റി സ്ട്രെസ്സും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ ആങ്സൈറ്റി സ്ട്രെസ്സ് പലപ്പോഴും നമ്മൾ പറയും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്ട്രെസ്സും ആങ്സൈറ്റി വരുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി, ജോലിയിൽ പ്രശ്നങ്ങൾ, ജോലി നഷ്ടമാകാൻ പോകുന്നതോ, അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതൊന്നും തന്നെ നിങ്ങൾക്കില്ല. നിങ്ങൾക്കെല്ലാം നല്ലതാണോ ഉള്ളത്. അതായത് ജോലിയിലെ പ്രമോഷൻ, ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്ന, നല്ല രീതിയിൽ മുന്നേറ്റം, ഫാമിലി ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പക്ഷേ എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോഴും ആങ്സൈറ്റിയും സ്ട്രെസ്സും സിറ്റുവേഷൻസ് വരാം. ഈ നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുമോ, അതോ ഇത് എന്നിൽ നിന്ന് ആരെങ്കിലും പറിച്ചെടുത്തുകൊണ്ട് പോകുമോ എന്നൊക്കെ ചിന്തയാവാം. അപ്പോൾ
ആ ഒരു എനർജിയും ചില ആളുകളിലുണ്ട്. മറ്റു ചിലരിൽ ഇപ്പോൾ ലോൺ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തിയ ടെൻഷൻ ആവാം, അതും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻ ഇതൊരു നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെങ്ങും സ്റ്റക്കല്ല, മറിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള സമയം. ചില സമയം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളെന്താണ് ആ സമയം നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കണം, നമ്മൾ വളരെ പറയില്ലേ ചാടി നിൽക്കും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആവും, ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ആ ടൈമിൽ നമ്മൾ വളരെ ആക്റ്റീവാണ്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഫീലിംഗ് ആണ് നമ്മൾ. പക്ഷേ ആ ടൈം പീരീഡ് സ്ലോ ആയിരിക്കും. നിങ്ങൾക്ക് പക്ഷെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ആ പ്രപഞ്ചശക്തിയുടെ ആ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ സ്പീഡ് കൂടില്ല. കാരണം അത് നിങ്ങളുടെ ടൈമിൻ്റെയാണ്, നിങ്ങൾക്കാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ആ ഒരു യൂണിവേഴ്സിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വളരെയധികം ആക്റ്റീവായി എല്ലാം പെട്ടെന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് യൂണിവേഴ്സ് മാറണം എന്നല്ല. അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയമാണ്. അത് കൂടാതെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു ടൈം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടുന്ന സമയമാണ്. എന്ന് വെച്ചിട്ട് ടോട്ടലി സ്ലോ അല്ല, വർക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. കുറച്ച് ഒന്ന് സ്ലോ എന്ന് പറയുമ്പോൾ ഈ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ എനർജി കാണിക്കുന്നത്. വർക്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ബാക്കി ടൈം ചിലപ്പോൾ ഫാമിലിയിൽ വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ പിന്നെ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ വളരെ ക്ഷീണിതരായിരിക്കും. വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക, പുറത്ത് പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സിനിമ, ഏത് രീതിയിലാണ് ഒരു സിനിമയ്ക്കൊക്കെ പോവുക. ഇങ്ങനത്തെയൊക്കെ എനർജി എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു സ്ലോ പേസ് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ലൈഫിൽ ബാലൻസ് വരുന്നുണ്ട്. ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്ട്രെസ് റിലീഫിനും അത് സഹായകരമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളായിട്ട് ചെയ്താൽ അത് ആ ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം അത് ശരിക്കും ആ ഒരു എനർജി സ്ലോ അല്ല, നിങ്ങൾ ഫാസ്റ്റായിട്ട് പോകുന്നതാണ്. അതുകൂടി മനസ്സിലാക്കുക. കാരണം അല്ലാത്ത പക്ഷം ഈ ഒരു 6 ഓഫ് സോർട്സ് എനർജിയാണ്, ഗ്രോത്ത് ഉണ്ട്. ഈ ഗ്രോത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോകേണ്ട സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ പോകുമ്പോൾ അത് ആ ഒരു നോർമൽ പേസിൽ വരുന്നത് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നും എന്നുള്ള എനർജി. പിന്നെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് കണക്ഷൻസ് ആണ് വിദേശ രാജ്യങ്ങളുമായിട്ട്. ഇൻ്റർനാഷണൽ എനർജി സ്ട്രോങ് ആയതുകൊണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലാണ് കൂടുതൽ കാണിക്കുന്നത്. അല്ലാത്തവർക്കും ചാൻസസ് ഉണ്ട്. ഈ ഒരു മാസം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സോ ഇൻ്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു മാസമാണ്. അതേപോലെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ലോണിൻ്റെ കാര്യത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചിട്ട് വിചാരിച്ച ആ ഒരു സമയത്തല്ലെങ്കിലും 1-2 ആഴ്ചയുടെ വ്യത്യാസം, അതിൽ കൂടുതൽ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ വളരെയധികം ആങ്ഷ്യസ് ആയതുകൊണ്ട് ആ ഒരു 2 ദിവസമാണെങ്കിൽ ആ 2 ദിവസം പോയി കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ആക്റ്റീവ് ലൈഫിൽ ജനറലി നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഫേസാണ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതോ യാത്രകൾ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. പിന്നെ പല കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികൾ കാര്യങ്ങളൊക്കെ ഒരു വളരെ സംയമനത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ലാസ്റ്റ് വന്നിട്ട് ചാരിയറ്റ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്ന മെയിൻലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച വാഹനം വാങ്ങിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വാഹനം വാങ്ങിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതും ഒത്തിരി സന്തോഷവും തൃപ്തിയും തരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് കാണാം. ലൈഫ് പേർപ്പസ് പലരും മനസ്സിലാക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വീട് വയ്ക്കുന്നതോ വാങ്ങിക്കുന്നതോ ആയിട്ടുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ചില ആളുകൾ ഓൾറെഡി വീട് എഗ്രിമെൻ്റ് എഴുതുന്നുണ്ടാവാം. പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള ആളുകൾ എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട് വാങ്ങിക്കുന്നതിൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അത് സാധ്യമാകുന്നു എന്നുള്ളത്. അതുകൂടാതെ തന്നെ സ്വന്തമായിട്ട് സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത്.
നാട്ടിലാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.